ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. സത്യമായിട്ട് ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇത്ര അനുഭവം കൊണ്ടൊന്നും പഠിച്ചത് പോരെ? ആ പഠിത്തമല്ല, ഞാൻ ഈവനിങ് കോളേജ് ചേർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. ആര്? അല്ല, സുന്ദരേഷിനെ കണ്ടപ്പോ ഞാൻ കരുതി കരുനാക്കോട്ടൊന്നും പറയാതെ. മരിച്ചതല്ല, സുന്ദരേശൻ ഈവനിങ് കോളേജിൽ പഠിക്കാൻ തീരുമാനിച്ചു. നേരാണോ? അതൊരു നല്ല കാര്യ. ഇങ്ങനെ കൂടെ കൊണ്ടുപോയിക്കോ. പിള്ളേര് സംശയം ചോദിച്ചാ ഓടി ചെന്ന് ബാത്റൂം കയറുന്ന സ്വഭാവ അല്ലേ? പാൻപരാഗടുത്തങ്ങ് വായിലിടും. അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. പിള്ളേരുടെ മുമ്പിൽ പിടിച്ചേക്കണ്ടേ? കമ്പ്യൂട്ടർ യുഗമല്ലേ. എന്തായാലും ഇതറിഞ്ഞ രാധാമണിക്ക് സന്തോഷം. ശരിയാ, ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി അതൊക്കെ തിരുത്തണം. ഇന്നു മുതലേ ഞാൻ പുതിയ സുന്ദരേശനാവാൻ തീരുമാനിച്ചു. അതിന്റെ തുടക്കമായി പഠിത്തം. അത് നന്നായി, നല്ല കാര്യമാണ്. എന്നാ പിന്നെ ഞാനും പഠിക്കാം. ലെഡി, അബദ്ധത്തിനെങ്ങാനും ഒരു ഡിഗ്രി കിട്ടിയ ആ സൂപ്പർവൈസറുടെ തലേ കയറി നിരങ്ങുകയും ചെയ്യാം. നീ കംപ്ലൈന്റ് പറയാറില്ലേ? നീ എപ്പോ വിളിച്ചാലും ഞാൻ ഓഫീസിൽ ഉണ്ടാകാറില്ലെന്ന്. എന്താ കാര്യം? ഏത് സമയത്ത് ആ സൂപ്പർവൈസറിനെ ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് ഗെറ്റ് ഔട്ട് 10 മണി മുതൽ 5 മണി വരെ എനിക്ക് ഓഫീസിൽ കയറാൻ വയ്യെന്ന്. തൂപ്പേരിയുടെ പുറകെ തുപ്പിക്കൊണ്ട് ഞാൻ പറയാൻ പോകും. നീ പറയുന്നതൊക്കെ ശരി തന്നെ. നീ എടുത്ത തീരുമാനവും കറക്റ്റാണ്. അപ്പൊ നമ്മൾ ഈവനിങ് കോളേജിൽ ചേരുന്നു. ഈ PT കോളേജ് എന്ന് പറഞ്ഞാൽ പണിയില്ലാത്ത ടീച്ചേഴ്സിന്റെ കോളേജ് ഒന്നും അല്ലല്ലോ. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും പറയേ. എന്നാലും അവരറിയോ? പിന്നെ സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉള്ള ടീമാ. www.sarasu.com. ആർക്കും എപ്പോ വേണമെങ്കിലും ബ്രൗസ് ചെയ്യാം. അതെ, പെണ്ണുമ്പിള്ള പിണങ്ങി പോയിന്ന് വെച്ച് ബ്രൗസ് ചെയ്യാൻ നിൽക്കണ്ട. നിന്റെ ഇന്റർനെറ്റ് കഫേ വരെ അടിച്ചു പോകും. ഇനി ഈവനിങ് ക്ലാസ് എടുക്കണ്ടാവും. അവര് നൈറ്റ് ക്ലാസ് മാത്രം എടുക്കാറുള്ളൂ. നീ എന്താടാ ഇവിടെ? അച്ഛനെ ഇവിടെ BA ചേർക്കാൻ വന്നത്. ആദ്യം അച്ഛൻ ഡൈ ചെയ്യണം, പിന്നെ പഠിച്ച റാങ്ക്. സിയുടാ, ഇവൻ എന്റെ ബാർമേറ്റാ. ബാർമേറ്റാ? ആ, വൈകുന്നേരം ഞങ്ങൾ ഒന്നിച്ചല്ലേ വെള്ളം അടിക്കണത്. ഇപ്പൊ അച്ഛൻ എന്റെ ക്ലാസ്മേറ്റ്. എന്താ വെയിറ്റ്? എന്തല്ലേ, അച്ഛന്റെ പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്നത് ഇവനായിരിക്കും. ഭാഗ്യവാൻ. ഹായ് ലേഡീസ് ഓഫ് ദി ജെന്റിൽമെൻ. ഇയാളെ കൊണ്ട് ഇടുവാ. ഓ, എന്റെ മത്തായി, ഞാൻ ചത്തില്ലെങ്കിൽ കൃത്യം 10 മണിക്ക് മത്തി അവിടെ എത്തിയിരിക്കും. ഈ മീൻ കച്ചവടത്തിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നമസ്കാരം സാർ. ഈ പ്രിൻസിപ്പാൾ? അയ്യോ, ഞങ്ങള് സാറും കുട്ടികളൊന്നും അല്ല, സ്റ്റുഡൻസാ. ഞാൻ ഗോപാലകൃഷ്ണൻ നായർ. ഹലോ, ഞാൻ ഹലോ. ഈ പ്രിൻസിപ്പാളിന്റെ റൂം അവിടെ അവിടെ. അല്ലല്ല, ഇവിടെ. ഞാൻ വിചാരിച്ച് മൂത്രപ്പരയാണെന്ന്. ഞാനിപ്പോ അവിടെയാ പോയത്. സാറ് പ്രിൻസിപ്പാൾ? മീശ കണ്ടറിയാൻ പറഞ്ഞ സെക്യൂരിറ്റിയാടാ. ഞാൻ ഇവിടുത്തെ പ്രിൻസിപ്പാളാണ്. എന്ത് വേണം? ഞങ്ങൾക്ക് കുറച്ചുകൂടെ വിദ്യാഭ്യാസം വേണം സാർ. വിദ്യാഭ്യാസം ആഭാസമാക്കി മാറ്റരുത്. മാറ്റാം സാർ. മാറ്റില്ല സാർ. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. എന്തിന്? അത് പഠിക്കാൻ തീരുമാനിച്ചതിന്. നന്നായി. പഠനത്തിന് പ്രായമില്ല. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, നല്ല കാര്യം. അല്ല, ഹോട്ടൽ വെയിറ്റർ ആണോ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ഈ ഡ്രസ് കണ്ടപ്പോ. ഓ, ഇതിപ്പോ ഒരു ഫാഷനാണ് സാർ. പാൻസിന്റെ തുണി വേസ്റ്റ് വന്നപ്പോൾ ഷട്ടിൽ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. ഈ ക്യാമ്പസിൽ നിങ്ങൾ വേസ്റ്റുകളാവരുത്. പ്രസന്റ് സാർ. ഇല്ല, നോ സാർ. ശശി, എന്താ സാർ? ഇവർക്ക് അഡ്മിഷൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്ക. ശരി സാർ, ചെന്നോളൂ. താങ്ക് യു സാർ. ഏട്ടാ, ഏട്ടനെ പറ്റി വന്നിട്ട് കുറച്ചു നേരമായി. അപ്പുറത്തുനിന്ന് താക്കോല് വാങ്ങി കയറിയിരുന്നു. ഇവിടെ സംസാരിക്കാൻ ആരും ഇല്ലാത്തോണ്ട് ഉറങ്ങിപ്പോയി. എല്ലാം അറിഞ്ഞു. നീ ചെയ്തൊക്കെ തെറ്റാ. ഇനിയിപ്പോ നീ നാട്ടില്. രാധാമണി ഇല്ലാതെ നാട്ടിലേക്ക് ഞാനില്ല. നീ നാട്ടിലേക്ക് വരണ്ട എന്ന് പറയാനാ ഞാൻ വന്നത്. ആ കാട്ടുവള്ളി വീട്ടിൽ വന്നിരുന്നു. നിനക്കെതിരെ ചീത്ത വിളി, അപവാദം പറച്ചിലും ഭരണിപ്പാട്ടും ഒക്കെ നടത്തിയിട്ടാ പോയത്. നീ രാധയെ കൊല്ലാൻ ശ്രമിച്ചു നാട് മുഴുവൻ സംസാരം. ആരുടെ മുഖത്ത് നോക്കാൻ പറ്റണ്ടായി. ഞാൻ അമ്മയുടെ കാര്യ കഷ്ടം. ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ഒരുപാട് നിർബന്ധം പിടിച്ചതാ. രാധാമണിയുടെ അച്ഛനും അമ്മയും നമ്മുടെ അമ്മയെ ആട്ടിയിറക്കിയാലോ? ആ പേടി കൊണ്ട് മാത്രമാണ് കൊണ്ടുവരാഞ്ഞ്. ഇനിയിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാ നീ തന്നെ തീരുമാനിക്കേ. കാശിന് എന്താ ആവശ്യമുണ്ടെങ്കിലും ഓഫീസിലേക്കൊന്ന് വിളിച്ചാൽ മതി. കാശില്ലാതെ ഇവിടെ കഷ്ടപ്പെടരുത്. ദാ, നിനക്ക് 2 ഷർട്ടാ. ഇവിടെ സിറ്റിയിൽ ഒരു അഡ്വക്കേറ്റ് ഭുവനേന്ദ്രനുണ്ട്. ഡൈവേഴ്സ് കേസിൽ സ്പെഷ്യലിസ്റ്റാ. നീ അയാളെ ഒന്ന് പോയി കാണണം. ഓഹോ, അപ്പൊ അതാ കാര്യം. ഞാൻ രാധമ്മ ഡൈവോഴ്സ് ചെയ്യണ കാര്യം ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാനും ചിന്തിച്ചിട്ടില്ല. പിന്നെ എന്റെ ഓഫീസിലെ സെബാസിന്റെ സുഹൃത്താണ് ഈ ഭുവനേന്ദ്രൻ. അയാൾ നിനക്കൊരു ജോലി ശരിയാക്കി തരാൻ സമ്മതിച്ചിട്ടുണ്ട്. ഒരുപാട് കേസുള്ള വക്കീല. നാട്ടുകാർ വിളിക്കുന്നത് ബുൾഡോസർ ഭുവനേന്ദ്രൻ എന്നാ. എന്ത്? ഭാര്യ ഡൈവോഴ്സിന് തയ്യാറല്ലെന്നോ? ഈ ഭുവനചന്ദ്രൻ വിചാരിച്ചാൽ ഈ ഭൂലോകത്ത് ഏത് ഡൈവോഴ്സും നടന്നിരിക്കും. ഒരു കാര്യം ചെയ്യൂ, അർദ്ധരാത്രി 12 മണിക്ക് 2 ഗ്ലാസ് പട്ടച്ചാരയും കഴിക്കുക, 2 പുഴുങ്ങിയ താറാമുട്ടയും,
എന്നിട്ടൊരു തോർത്തുകൊണ്ട് നന്നായി വായി മൂടിക്കെട്ടി കിടന്നുറങ്ങുക. നേരം വെളുക്കുമ്പോൾ കെട്ടഴിച്ച് ഒരു കാജാബീഡിയും വലിച്ച് ഭാര്യയുടെ അടുത്ത് ചെന്ന് അവൾ ചേർത്ത് പിടിച്ച് പ്രിയതമേ എന്നൊരൊറ്റ വിളി വിളിച്ചാ മതി. അപ്പൊ അവൾ ഡൈവോഴ്സ് തരും. ഇതൊക്കെ നടക്കൂ? നടക്കും. എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പോകൂ, പോയി ജയിച്ചു വരൂ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ആയിരിക്കും. എത്ര മാസമായി? മാസോ? ഭാര്യയുമായി പിണങ്ങിയിട്ട് എത്ര മാസമായെന്ന്? ഞാനല്ല, ഇയാളാണ് പിണങ്ങിയത്. 2 ആഴ്ചയായുള്ളൂ. ഹിന്ദു മാരേജ് ആക്ട്, ഹിന്ദു മാരേജ് ആക്ട് 1955 സെക്ഷൻ 30. ഭാര്യയുടെ ക്രൂരത, പരപുരുഷ ബന്ധം, മാനസിക രോഗം, ബാക്ക് പെയിൻ. ഇതിലേതാണ് കാരണം? ഒരു ബ്ലൂ തരൂ, ഒരു ക്ലൂ തരൂ. എന്റെ ഭാര്യ പിണങ്ങിപ്പോയതിന്റെ കാര്യം അറിയിക്കാനല്ല ഞാൻ വന്നത്. നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നാണല്ലേ? അല്ലല്ല. ചൂടാവണ്ട. വക്കീലന്മാരോടും ഡോക്ടർമാരോടും കള്ളം പറയണമെന്നാണ് കാരണന്മാര് പറഞ്ഞിരിക്കുന്നത്. കാരണവന്മാര് പറഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്ന്. എന്റെ ചേട്ടൻ ശശിധരൻ പറഞ്ഞിട്ടാ. അതും ഡൈവോഴ്സിനൊന്നും അല്ല, ജോലിക്കാ. ഓ, മിസ്റ്റർ സുന്ദരേശൻ വന്നപ്പോഴേ പറയണ്ടേ? ആരയാൾ? ശേഖരപിള്ള, എന്റെ സുഹൃത്തും വഴികാട്ടിയുമാണ്. ഇങ്ങോട്ടുള്ള വഴി ഇയാൾ എന്തിനാ കാരണേ? സംശയം ഉണ്ടെങ്കിൽ ആരുടെ ചോദിച്ചാ പോരെ, അല്ലെങ്കിൽ ബോർഡിൽ കാണില്ലേ? എനിവേ, പരിചയപ്പെട്ടത് വളരെ സന്തോഷം. ഭാര്യയായിട്ട് നിങ്ങൾ എങ്ങനെ? നല്ല സ്നേഹത്തിലാ. വന്ന കാലം നിൽക്കാതെ പുറത്തു പോയി നിൽക്കൂ. ദിസ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. ഗോ ഫാസ്റ്റ്. മിസ്റ്റർ സുന്ദരേശൻ, തന്നെ ഇവിടെ ജോലിക്ക് എടുക്കാൻ തീരുമാനിച്ചതിൽ എനിക്കുള്ള ഒരേ ഒരു അട്രാക്ഷൻ എന്താണെന്ന് തനിക്കറിയാമോ? ഇല്ല. എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തന്റെ ഡൈവോഴ്സ് ഞാൻ അന്തസ്സായി നടത്തി തരും. ശോഭിക്കണ്ട, ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. അതിന് ഇനി സമയമുണ്ടല്ലോ. അപ്പൊ ജോലിയുടെ കാര്യം. ടൈപ്പ് റൈറ്റിംഗ് അറിയാമോ? കുറച്ചൊക്കെ. കൈയക്ഷരം എങ്ങനെ? വായിക്കാം. എഴുതാറിയില്ല? അല്ല, ഞാൻ എഴുതുന്നത് വായിക്കാൻ പറ്റും. ഓ, മതി. അപ്പൊ ഇന്നു മുതൽ താൻ എന്റെ ഗുമസ്തൻ.